ഹായ്, ഐ ആം മിസ് ലിസ. വെൽക്കം ടു മാതാ മ്യൂസിക് സെൻറ്റർ. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്ന പാട്ട് ചന്ദ്രകാന്തം കൊണ്ട് നാലുകെട്ട്. ആ പാട്ടിൻ്റെ രാഗം ബേസ് ചെയ്ത് നോക്കുമ്പോൾ അത് കാപ്പി രാഗമാണ്. അപ്പോൾ നമുക്ക് ആ രാഗത്തിൻ്റെ സ്വരസ്ഥാനം പഠിക്കാം. ആ പാട്ട് എങ്ങനെ എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് പരിശ്രമിക്കാം നമുക്ക് കേട്ടോ. ഈസിയായിട്ട് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണേ. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കുന്ന പാട്ട് ചന്ദ്രകാന്തം കൊണ്ട് നാലുകെട്ട് അല്ലേ. ആ പാട്ടിൻ്റെ ഇവിടുന്ന് ഇവിടം വരെയാണ് മിസ് പിടിച്ചപ്പോൾ കിട്ടിയത്. അപ്പോഴേ നമുക്ക് ഈ പാട്ടിന് ഇതിൻ്റെ രാഗത്തിൻ്റെ സ്വരസ്ഥാനം ഒന്ന് നോക്കാം. ഈ രാഗത്തിൻ്റെ പ്രത്യേകത അവരോഹണവും ആരോഹണവും വേറെ മാതിരിയാണ് വരുന്നത്. പിന്നെ ഇത് കാപ്പി രാഗം വന്ന് കരകരപ്രിയ രാഗത്തിൻ്റെ ജന്യരാഗമാണ് കാപ്പി രാഗം. അപ്പോൾ പോകുമ്പോഴേ ഇങ്ങനെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഹരഹരപ്രിയ രാഗം പോലെ വരും. എങ്കിലും ഇവിടെ 2 പ്രാവശ്യം ഇത് കയറി വരും കേട്ടോ. അപ്പം നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ രാഗത്തിൻ്റെ സ്വരസ്ഥാനം ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, ആരോഹണത്തിൽ ഗാന്ധാരം ഇല്ല, ശുദ്ധ മധ്യമ, പഞ്ചമ, ദൈവതം ആരോഹണത്തിലില്ല, കാവളി നിഷാദം, ഷഡ്ജം. അപ്പോൾ ആരോഹണം പ്രത്യേകം ശ്രദ്ധിക്കണം. സ രി മ പ നി സ. പക്ഷെ അവരോഹണം വരുമ്പോൾ ഷഡ്ജം കൈഷിക നിഷാദമാണ്. കാവളി നിഷാദമല്ല, കൈഷിക നിഷാദം, ചതുശ്രുതി ദൈവത. വീണ്ടും കൈഷിക നിഷാദം ഒന്നും കൂടി വരും. അത് കഴിയുമ്പോൾ പഞ്ചമം വരും. പിന്നെ ശുദ്ധ മധ്യമം, ഗാന്ധാരം അങ്ങോട്ട് വരത്തിൽ ഇല്ലായിരുന്നല്ലേ. ഇവിടെ വരുമ്പോൾ സാധാരണ ഗാന്ധാരം കയറി വരും. പിന്നെ ചതുശ്രുതി ഋഷഭം, ഷഡ്ജം. എങ്ങനെ ഇത് പോകുന്നത്? ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, ശുദ്ധ മധ്യമം, പഞ്ചമം, കാവളി നിഷാദം, ഷഡ്ജം. ഷഡ്ജം കൈഷിക നിഷാദം, ചതുശ്രുതി ദൈവതം, കൈഷിക നിഷാദം, പഞ്ചമം, ശുദ്ധ മധ്യമം, സാധാരണ ഗാന്ധാരം, ചതുശ്രുതി ഋഷഭം, ഷഡ്ജം. കണ്ടോ? ഇങ്ങനെ ഇത് വരുന്നു. അപ്പൊ നമുക്ക് ഈ പാട്ട് എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. ഇത് ആദ്യത്തെ അങ്ങനെ എടുക്കുന്നവൾ, രണ്ടാമത്തെ ഇതുപോലെ ഇങ്ങനെ. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ തന്നെയാണ് ഇത്രയും സ്വരത്തിലാണ് ഈ പാട്ടിരിക്കുന്നതെന്ന് മിസ് കാണിക്കായിരുന്നു കേട്ടോ. അപ്പോഴേ നിങ്ങൾ എടുക്കുമ്പോഴേ ഇപ്പോൾ ലിറിക്സും കേട്ടുകൊണ്ട് എടുക്കണം. മിസ് ഇങ്ങനെ ഇതിനകത്ത് തന്നെ നിങ്ങൾ എങ്ങനെ പിടിച്ചാലും ഇതിനകത്ത് തന്നെ ഈ പാട്ടുണ്ട്. അതുകൊണ്ട് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ എങ്ങനെ എടുക്കണം? ഇത് കണ്ടോ, ചന്ദ്രകാന്തം. സോറി,
എടുത്ത് സെക്കൻഡ് വരുമ്പോൾ ഇങ്ങനെ വരും. ഇത് മിസ് എടുത്തപ്പോൾ എവിടെയാണോ 1-2 നോട്ട് ഇടിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നിയല്ലേ? എനിക്കും തോന്നിയിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചെടുക്കുക. അപ്പോഴേ ഈ ഒരു നോട്ട് ഇടയ്ക്ക് കയറി വന്നിട്ടുണ്ട്, കണ്ടോ? ഇതിപ്പോൾ കാപ്പിരാഗം ബേസ് ചെയ്ത് വന്നു എന്ന് പറഞ്ഞാൽ പോലും ഇവിടെ ഒരു ആക്സിഡന്റൽ നോട്ട് വന്നിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് എടുക്കുക. ഇനി ഈ രാഗത്തിന് എങ്ങനെ ഈ രാഗത്തിൻ്റെ നോട്ട് പോകുന്നതെന്ന് ബോർഡിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാവരും എടുക്കാൻ പരിശ്രമിക്കുക. ബോർഡിലേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ കാപ്പിരാഗം എന്തിൻ്റെ ജന്യരാഗം മിസ് പറഞ്ഞ്? ഖരഖരപ്രിയ രാഗത്തിന്റെ ജന്യരാഗമാണ്. ഇതിന്റെ സ്വരസ്ഥാനം പോകുന്ന റൂട്ട് 5 സ്വരമാണ്. സ രി മ പ നി സ. അപ്പൊ തിരിച്ചു വരുമ്പോൾ എങ്ങനെയാ വരുന്നത്? അവരോഹണത്തിൽ വരുമ്പോൾ സ, ഈ അങ്ങോട്ട് പോകുമ്പോൾ നീ വന്നത് ബി ആയിരുന്നു. പക്ഷെ തിരിച്ചു വരുന്നത് കൈഷിക നിഷാദം ആയതുകൊണ്ട് അപ്പൊ കാകളി നിഷാദവും ആണ് ആദ്യം വന്നത്. ഇത് കൈഷികയാണ്, ബി ഫ്ലാറ്റ്. അപ്പൊ തിരിച്ചു വരുമ്പോൾ ബി ഫ്ലാറ്റ് എ പ്ലസ് ബി ഫ്ലാറ്റ് വരും. എന്നിട്ടാണ് പിന്നെ ജി എഫ് ബി ഇ ഫ്ലാറ്റ് വരും, ഡി സി. പക്ഷെ ഈ പാട്ടിനകത്ത് നമ്മൾ എടുത്തപ്പോൾ ഈ ഫ്ലാറ്റും ഉണ്ടായിരുന്നു, ഈയും ഇടയ്ക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നു, കണ്ടോ? അപ്പൊ ഇതാണ് ഇപ്പൊ കാപ്പിരാഗത്തിന്റെ സ്വരസ്ഥാനം പറയുമ്പോൾ ഇങ്ങനെ സരിമ പനിസ. തിരിച്ചു വരുന്നത് സ നി ദ നി പ മ ഗ രി സ. പക്ഷെ ഈ പാട്ടിനകത്ത് കയറിയപ്പോൾ ഒരു സ്വരം കൂടി കയറി കൂടുതൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെ പ്രത്യേകിച്ച് പഠിക്കാനുള്ളത്. സംശയമുള്ളൊരു മിസ്സിനെ വിളിക്കണം കേട്ടോ മക്കളെ. അപ്പൊ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ എന്തൊക്കെ ചെയ്യണം? ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത ക്ലാസ്സിന് വീണ്ടും കാണാം. ബൈ.